ഈ സ്വാതന്ത്ര്യം പണ്ടൊക്കെ ഒരു ആവേശമായിരുന്നു, സ്വാതന്ത്ര്യം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും അല്ലേ? സ്കൂളിലൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഖിലാഫത്ത് പ്രസ്ഥാനം. ആരെങ്കിലും ഓർക്കണ്ട എന്താ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന്? ആർക്കും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചെടുക്കുക. നമ്മൾ മാർക്ക് കിട്ടാൻ വേണ്ടി ബൈഹാർട്ട് പഠിക്കുകയും എഴുതി വെക്കും, മാർക്ക് കിട്ടാൻ വേണ്ടി ബൈഹാർട്ട് ചെയ്ത് എഴുതി വെക്കുക. ഇത് തന്നെയാണ് നമ്മളെ പറ്റിച്ചതും. നമ്മളെ തലൻ്റെ ഉള്ളിൽ കയറ്റണം നമ്മൾ എന്ത് കാര്യങ്ങളും. എന്നിട്ട് നമുക്ക് ബുദ്ധിയും വിവരം എല്ലാം ഉണ്ടാകുമ്പോഴേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഈ 1857 സ്വാതന്ത്ര്യ സമരം സ്റ്റാർട്ട് ചെയ്ത് അല്ലേ? കുറച്ച് പശു നെയ്യ് പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മയുണ്ട്. പിന്നീട് പഠിച്ച ഇതിലും പശു നെയ്യ് ഉപയോഗിക്കുന്നു. അത് ചില സമുദായങ്ങൾക്ക് പന്നി നെയ്യ് അത് ചില സമുദായം അങ്ങനെ തുടങ്ങാണ്. അതിനെതിരെ തുടങ്ങിയ റിവോൾ ബഹദൂർ ഷാ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്ന അന്നത്തെ മുഗൾ ഭരണാധികാരി. അതിൽ തുടങ്ങിയിട്ട് പിന്നെ 1947 ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു ടേം, ആ ഒരു പീരീഡ് അതാണ്. പക്ഷേ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ ഇപ്പോൾ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഴുവൻ മുസ്ലിം ടിപ്പു സുൽത്താനെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും മലബാർ കലാപങ്ങൾ ഇതിലുണ്ടായ പങ്കും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇതിൽ ഉണ്ടായ പങ്കുമെല്ലാം എടുത്ത് മാറ്റി ഓൾമോസ്റ്റ് പണി കയ്യാറായി. ഞാൻ ഇന്നലെ എന്നോട് നമ്മുടെ ഒരു ന്യൂനപക്ഷ പാർട്ടിൻ്റെ ഒരു നാഷണൽ ലീഡർ എന്നെ വിളിച്ചിട്ട്, ചാനലിലൊക്കെ വളരെ ഗംഭീരമായിട്ട് ഡിബേറ്റ് നടത്തുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയൊക്കെ പോകുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു സ്പീച്ച് ഈ വിഷയത്തിൽ വേണം, നിങ്ങളുടെ ഐഡിയ എന്ന് ചിലപ്പോൾ അങ്ങനെ അദ്ദേഹം ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ, സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല, അതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യം ആഘോഷിച്ചൊരു പ്രസംഗം പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പം അയാൾ പറഞ്ഞു നിങ്ങളൊരു സ്പെസിമിസ്റ്റാണ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തർക്കിക്കില്ല, പക്ഷെ ഞാൻ സ്പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി കാര്യങ്ങളെ കാണുന്ന ആൾ. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും സ്പെസിമിസ്റ്റ് അല്ല, ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിലൊരു സ്പെസിമിസം ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുളം കുണ്ടും തോടും കടലും ഉണ്ടെങ്കിൽ അവിടെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നടന്നു പോയി അതിൽ വീഴും അല്ലേ? നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ചരിത്രത്തിൽ നിന്ന് നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരമായ രീതിയിൽ എല്ലാ അടയാളങ്ങളും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണൂല. റോഹിംഗ്യകളൊക്കെ ഓടിച്ചത് ഇങ്ങനെയാണ്. ആദ്യം ഒരു വംശീയ ഉന്മൂലനം നടത്തുമ്പോൾ അവരെ സാംസ്കാരിക അടയാളങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഏത് വംശീയ ഉന്മൂലനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും അവരെ സാംസ്കാരികമായ അടയാളങ്ങൾ അങ്ങോട്ട് ഇല്ലാതാക്കും. ടിപ്പു സുൽത്താൻ വർഗീയവാദി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വർഗീയവാദി, മലബാർ ലേള മാപ്പിള ലേള. മലബാർ ലേള എന്താ? ജന്മിമാർ അന്ന് കഷ്ടപ്പാടാ മുസ്ലിങ്ങൾക്ക്. അപ്പോൾ ജന്മിമാരെ ചൂഷണത്തിനെതിരെ തുടങ്ങിയതാണ്. പിന്നീട് അത് ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ചേർന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം 1919 മുതൽ 24 വരെ ലോകം ഒന്നായിട്ട് നടന്ന പ്രക്ഷോഭമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. നമ്മൾ സ്കൂളിൽ പഠിച്ച മാതിരി ഒന്നുമല്ല, അതിൻ്റെ ആഴം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ആഴമൊന്നും പഠിപ്പിച്ചു തന്നെ. ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതാണ് നമ്മളെ ഏറ്റവും വലിയ. ഓട്ടോമൻ സാമ്രാജ്യം തുർക്കിയിൽ ഒരു മനുഷ്യനിൽ തുടങ്ങിയിട്ട് മൊത്തം ലോക മുസ്ലിങ്ങൾക്ക് ആശ്വാസമായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം. ഈ ഓട്ടോമൻ എംപയർ ഒരു വ്യക്തിയിലാണ് കേട്ടോ. ഓട്ടോമൻ എംപയറിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പിന്നെയും കേൾക്കാൻ എനിക്ക് തോന്നുന്നു. ഒരു വ്യക്തിയിൽ തുടങ്ങി ലോകത്ത് ഏത് മുസ്ലിമിന് പ്രശ്നം ഉണ്ടായാലും അതിനെ കളിക്കൂലായിരുന്നു. പക്ഷേ ബ്രിട്ടൻ അത് ഒന്നാം ലോകമായതൊരു അത് വളരെ ഭംഗിയായിട്ട് തകർത്തു. ആ ഖിലാഫത്ത് ഒരു ലോക ഖലീഫ, ലോക നേതാവ് നമുക്ക് ആരുമില്ലല്ലോ. പലസ്തീനിൽ നമ്മൾ കാണണം, ആർക്കും വേണ്ട. പട്ടിണി കിടന്ന് ഞാൻ കാണലില്ല, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. കണ്ട് ആദ്യമൊക്കെ മക്കൾ ഒരു ഉമ്മക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ കാണും ഞാൻ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഒന്നും ഇത് കയറട്ടെ. ഇപ്പോൾ അത് കാണാനുള്ള ശക്തി ഇല്ല. അതായി പട്ടിണി കിടന്നിട്ട് മരണങ്ങൾ. ആരാളുള്ളത്? അറേബ്യ ഉണ്ടോ? സൗദി അറേബ്യ ഉണ്ടോ? ആരാണുള്ളത്? കുറച്ച് ഇറാൻ മാക്സിമം കളിച്ചൊക്കെ ഒറ്റയ്ക്ക് പറ്റൂല. ജിനോസൈഡ്, വംശഹത്യയാണെന്ന് എല്ലാ ഹിസ്റ്റോറിയൻസും അത് പ്രൂവ് ചെയ്ത് കൊന്നില്ലാതാക്കാം. പക്ഷെ ഒരിക്കലും കൊന്നില്ലാതാക്കാൻ കഴിയില്ല. ഒരു സാമ്രാജ്യത്വങ്ങളും ലോകത്ത് നമ്മൾ വിശ്വാസികളാണോ കൊന്നില്ലാതാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് എവിടെയോ പേച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അതിനെങ്കിൽ നമ്മൾ ആർഭാട ജീവിതം
പൊങ്ങച്ചവും ഭിന്നിക്കലും. അള്ളാഹുവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഇതിന് ഒന്ന് മുക്തി തരണം. ഇത് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾക്ക് അടുത്ത വീട്ടിനേക്കാളും നല്ല വീട് വെക്കണം, നമുക്ക് അടുത്ത കുടുംബത്തിനേക്കാളും വലിയ വീട് വെക്കണം, അവരെക്കാളും നല്ല. എന്നിട്ട് ഇതൊക്കെ കുറേ കാലമായി എല്ലാവരും കാണും. എന്നിട്ട് എന്താ കിട്ടിയേ? നമുക്കറിയാം എന്തെന്ന് അവാർഡ് എന്തെങ്കിലും അല്ലേ? കുറേ കടം, ലോകത്ത് ഏറ്റവും കൂടുതൽ കടം, ടെൻഷനും ആത്മഹത്യയും ചെയ്യുന്ന നാടായിട്ട് കേരളം മാറി. നമ്മൾക്ക് സ്ത്രീകൾക്ക് ഒരു വലിയ റോളാണുള്ളത്, വലിയ റോളാണ്. കാരണം സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ അത് സ്വാതന്ത്ര്യം തടവറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മളത് സംസാരിക്കുകയും പഠിക്കുകയും അതിനെങ്ങനെ നേരിടുകയും ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വ്യക്തത ഉണ്ടാവണം. പ്രത്യേകിച്ചും സംഘടനകൾക്കാണ് ഇതിൽ വ്യക്തമായിട്ട് ചെയ്യാൻ കഴിയുക. എൻ്റെ മോൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും ഞാനൊരു ഫുൾ എ പ്ലസിൻ്റെ വാദക്കാരിയൊന്നുമില്ല കേട്ടോ, അതിനെതിരാണ് ഞാൻ. അവൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. അവൾ ഇപ്പോൾ ഒറ്റയ്ക്ക് പഠിച്ച അവളെ സൗകര്യത്തിന്. മോൻ ഒരു എ പ്ലസും ഇല്ല, രണ്ടിലും ഞാൻ വളരെ ഹാപ്പിയാണ്. അവനധികം പഠിക്കണമൊന്നും ഇഷ്ടമല്ല, അവൻ പരീക്ഷൻ്റെ ഇതല്ലെന്ന് കളിക്കാൻ പോകും. എന്നിട്ടും അവൻ പഠിച്ചുകൊണ്ട് അത് രണ്ട് കൂട്ടരും നല്ല ഉയരത്തിലെത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഈ മിഥ്യാബോധമുണ്ടല്ലോ, ഫുൾ എ പ്ലസിലൂടെ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ഈ തലച്ചോറിൽ കണക്കും അതും ഇതുമൊക്കെ അറിയുന്നത്, അതൊക്കെ ബ്രെയിൻ്റെ കപ്പാസിറ്റി. ഇതറിയാത്ത കുട്ടികളെ സിസ്റ്റം 9ാം ക്ലാസ്സിൽ പരീക്ഷ നോക്കി എഴുതാമെന്ന്. ഇതുവരെ നമ്മൾ അതിനാണ് കുട്ടികളെ കൊന്നതും മരിപ്പിച്ചതും ഒരു എ പ്ലസ് പോയിട്ടൊക്കെ അല്ലേ. നമ്മൾ ടീച്ചർമാർ പുറത്താക്കിയതും പാരൻസിനെ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്തതും ഒക്കെ ഇപ്പോൾ ഇനിയും നോക്കി എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലോകം ഭരിച്ച ഒരാൾ, ഞാൻ വിദ്യാഭ്യാസത്തിന് എതിര് പറയല്ല കേട്ടോ, പക്ഷേ തച്ച് പഴുപ്പിക്കരുത്. ചില കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ അവരെന്തെങ്കിലും മാനസികാവസ്ഥയിൽ പഠിക്കാനിരിക്കില്ല, അവരെ തച്ച് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഫുൾ എ പ്ലസ് വാങ്ങിക്കരുത്. പക്ഷേ ഞാൻ അവളെ ലോ പഠിക്കാൻ വിട്ട്. ഞങ്ങളോട് പ്രത്യേകമായിട്ട് പറയണം, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തൊരു കാലത്ത് നമ്മളെ ഇല്ലായ്മ ചെയ്യണമെന്ന് നമ്മൾ മാത്രമല്ല ക്രിസ്ത്യൻസ് അത് അനുഭവിക്കുന്നത് അല്ലേ. നമുക്കും ഒരുപാട് വിഷമം തോന്നി. 2 സിസ്റ്റേഴ്സിനെ പിടിച്ച്, പ്രായമുള്ള 2 സിസ്റ്റേഴ്സിനെ പിടിച്ച്. ഞാൻ ബിഷപ്പുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ് കേട്ടോ. ഞാൻ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രത്യേകം കാരണങ്ങളുണ്ട്. എനിക്ക് ബിഷപ്പ് അവരെ രൂപതയിലും എന്നെ ക്ലാസ്സിന് വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു സംഘടനയിലും ഒരു ഇതിലും കിടന്ന് ഇതൊക്കെ ലിങ്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ ടീച്ചറെ? ആരെങ്കിലുമൊക്കെ വേണ്ടേ? കാരണം അവരിലെ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. മൈനോറിറ്റി, അവർ മൈനോറിറ്റിയാണ്. ഡൽഹി റൈറ്റിൽ 19, ഞാൻ അവിടെ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. 19 മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ആ സ്ഥലങ്ങളൊക്കെ ഡെഡ് ബോഡി അവിടെയൊക്കെ പോയിട്ടുണ്ട്. അന്ന് ഞാൻ സിക്കിമിൻ്റെ ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ഞാൻ പേര് പറയണില്ല, ഞാനുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറിന് സുപ്രീം കോടതിയിൽ ഇൻസൈഡ് നല്ല ബന്ധമാണല്ലോ, ഒന്ന് വിളിച്ചാൽ ഇത് അവിടെ ഒരു ഓർഡർ കൊടുക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് കുറച്ച് 2-3-4 വർഷം മുന്നേ അത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, നല്ലയില നടക്കൂല, എല്ലാം RSSൻ്റെ കയ്യിലായിപ്പോയിന്ന്. ഒരു ചീഫ് ജസ്റ്റിസ് പറയാണ്, നിങ്ങൾ ആലോചിക്കണം, എല്ലാം കയ്യിലായിപ്പോയി. ആദ്യം നിങ്ങൾ, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, പിന്നെ നമ്മൾ, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, ആദ്യം നിങ്ങൾ പിന്നെ നമ്മൾ. കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാത്, RSSൻ്റെ അജണ്ടയിൽ ഇതൊന്നുമില്ല. അവരെ ഇന്ത്യ ഇതെങ്ങനെ അവരിതാവുക? ഇവിടെ DNA ടെസ്റ്റ് നോക്കിയപ്പം ആഫ്രിക്കയിൽ നിന്നാണ് നമ്മളെ വരവ്. ഇതെങ്ങനെ ഇന്ത്യ കൊണ്ടുപോവുക? ആഫ്രിക്കയിൽ നിന്ന് വരിക ഒരു വൈകിയതാണ്. അപ്പം ആ ഒരു ബോധം പക്ഷെ നമ്മളിലേക്ക് രോഹിംഗ്യൻ്റെ അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിൽ നല്ലൊരു പഠിക്കുന്ന കുട്ടിയുണ്ടോ, നെയ്യത്തായിട്ട് അള്ളാന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾ എൻജിനീയറും 3 ഡോക്ടേഴ്സ് എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ഇളയച്ചും നാത്തൂനൊക്കെ എന്നോട് എനിക്ക് MBBS എടുപ്പിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ? അവരൊക്കെ അത് എടുത്തു വന്നവരാ. പക്ഷെ എൻ്റെ മക്കളെ ഞാൻ വിടില്ല, ഞാൻ പറഞ്ഞിട്ടും ഒരാളെ സജസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ നമുക്കിവിടെ നിൽക്കണോ, നമ്മളെ മക്കൾക്ക് ഇവിടെ നിൽക്കണോ, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മീഡിയയിൽ വിട്ടോ, ജേർണലിസം വിട്ടോ, സിവിൽ സർവീസ് വിട്ടോ, IPS IAS എന്തും വിചാരിച്ചാൽ കിട്ടും, എന്തും വിചാരിച്ചാൽ കിട്ടും. അതിന് വേണ്ടി ചെറുപ്പത്തിലേ തച്ച് പഴിപ്പിക്കൊന്നും വേണ്ട, അവർ കുറച്ച് കഴിഞ്ഞാൽ പഠിച്ചോളൂ. ചില കുട്ടികളുണ്ട് ചെറുപ്പത്തിൽ പഠിക്കാൻ കൂട്ടാക്കൂല, ഡോക്ടറും എൻജിനീയറും അത് നിങ്ങൾ ചില കുട്ടികൾക്ക് ഭയങ്കര പാഷൻ ഉണ്ടാവും കേട്ടോ അതിനോട്, അവരെ നമ്മൾ തടയാൻ പറ്റില്ല. അത് ജന്മനാൽ അതിനോടൊരു പാഷൻ ഉണ്ടാവും. അവരല്ലാതെ തച്ച് പഴിപ്പിച്ചിട്ട് ആണെങ്കിൽ എല്ലാത്തിനും കൂലിയുണ്ട് അല്ലേ, എല്ലാം നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂലിയുണ്ട്. നമ്മളെ സംഘടനകൾ വഴി നമ്മളെ മക്കൾ ജേർണലിസം പഠിക്കട്ടെ,
IPS IAS ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു IPS ഉണ്ടായാൽ മതി, ഒരു മനുഷ്യൻ തൊടൂല, അവിടുത്തെ മുഴുവൻ മൈനോറിറ്റീസ് സേഫായിരിക്കും. ആണ്. നമുക്ക് എത്ര IAS IPS ജഡ്ജിമാരുണ്ട്. പ്രൊപ്പോഷൻ നോക്കിയപ്പോൾ ബ്രാഹ്മണന്മാരാണ് 3/4 സുപ്രീം കോടതിയിൽ കയറിയിരിക്കുന്നത്. ബ്രാഹ്മൺസാണ്. അവർ ഒക്കെ വളരെ പ്ലാൻഡാണ് ബ്രാഹ്മൺസ്. അവർ എന്താ RSS ഉദ്ദേശിക്കുന്നത്? അതിൽ മുസ്ലിംസ് ഇല്ല, ക്രിസ്ത്യൻസ് ഇല്ല, ആരുമില്ല, കുറച്ച് ബ്രാഹ്മൺസ്. അവരാകെ 10-15% ഇവർ ഇന്ത്യയെ ഭരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. 1982 2 സീറ്റാണ് BJPക്ക് പാർലമെൻറ്റിൽ. 2 സീറ്റാ. ആ BJPക്ക് ഇന്ന് 300-ലധികം സീറ്റുകൾ കിട്ടി. ആരെ പോരായ്മയാണ്? നമ്മളെ പോരായ്മ അല്ലേ? നമുക്ക് വിഷനില്ല. ഞാൻ പറയുന്നത് നമ്മളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഒരു നെയ്യത്തോടു കൂടി നമ്മളെ ഒരു പേരക്കുട്ടീനെ, നമ്മളെ കുടുംബത്തിലെ ഒരു കുട്ടീനെ സിവിൽ സർവീസ്, ജുഡീഷ്യറി, ജേർണലിസം, നെയ്യത്ത്. ഇതിൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഹയർ കോർട്ടിലേക്ക് ഒന്നും എടുപ്പിക്കാറില്ല. ഞാൻ വീട്ടിൽ പഠിക്കുന്ന കുട്ടിയാണ്, നീ പോ, മാതൃക ആവട്ടെ. എല്ലാ കോളേജിലും അവൾക്ക് കിട്ടി, ജാമ്യയിൽ കിട്ടി, ഓൾ കേരള കിട്ടി. പക്ഷെ ഞാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കുറച്ച് എക്സ്പെൻസീവാണ്, അവിടെ തന്നെ നീ പഠിക്കുമെന്ന് പറഞ്ഞ് ലാംഗ്വേജ് കുറേ ഇമ്പ്രൂവ് ആവാൻ അവിടെ നല്ലതാണ്. ഇന്ത്യയിലാകെ 2000 കുട്ടികൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുള്ളൂ. ഞാൻ ഒരു വർഷം ഇത്രയും അഡ്മിഷൻ കിട്ടിയ കുട്ടീൻ്റെ അടുത്തിരുന്ന് എന്നിട്ട് അവളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. മെഡിറ്റേഷൻ ചെയ്യിക്കും, നന്നായിട്ട് വെള്ളം കുടിപ്പിക്കും. കാരണം ഭയങ്കര ടഫ് എക്സാമാണ്. പക്ഷെ കിട്ടണമെന്ന് എനിക്ക് വാശി. അവൾ കോളേജിൽ ഞാൻ ചോദിച്ചു, എത്ര മുസ്ലിം കുട്ടികളുണ്ടെന്ന്? 3-4 മൊത്തത്തിൽ 3-4. ഇപ്പം നല്ല കോളേജിലൊന്നും. എനിക്ക് എൻ്റെ സമുദായത്തിനോട് പറയണം, നല്ല യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുമെന്ന്. അത് പരീക്ഷയ്ക്ക് തന്നെയായിരുന്നു ഞാൻ. എൻ്റെ മോക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത്, എൻ്റെ സമുദായത്തിന് വേണ്ടി തന്നെ. പിന്നീട് ഞാൻ പല കുട്ടികളെയും അവർ അഡ്മിഷൻ കൊടുക്കുന്ന രീതിയിൽ എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഒപ്പം അതിനേക്കാളേറെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്ന പാരതന്ത്ര്യത്തിനെ കുറിച്ച് കൃത്യമായി ബോധം ഉണ്ടാവുകയും നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടാണോ ഇതൊക്കെ നിർത്തിത്തരാൻ? നമ്മളെ പരീക്ഷിക്കാൻ വിട്ടതാ. നമുക്ക് അവസരം തരാണ് അല്ലേ? നമുക്ക് അവസരം തരാണ്. സാബത്ത് ദിനത്തിൽ 3 കൂട്ടരെ അല്ലേ, 2 കൂട്ടരെ അള്ളാഹ് ശിക്ഷിച്ച് അല്ലേ? സാബത്ത് ദിനം അത് പ്രധാനമായിട്ടും അപ്പോൾ ആചരിക്കുന്ന ജൂതന്മാരാ. 2 കൂട്ടരെ അള്ളാഹു ശിക്ഷിച്ച്. ആരാന്നറിയോ? 3 കൂട്ടരിൽ 1 കൂട്ടർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആരാ? സാബത്ത് ദിനത്തിൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് അള്ളാഹു കൽപ്പിച്ച് അല്ലേ? അള്ളാഹു കൽപ്പിച്ച് 1 കൂട്ടർ മീൻ പിടിക്കാൻ പോയില്ല. അവർ രക്ഷപ്പെട്ടോ? ഇല്ല. എന്താ രക്ഷപ്പെടാഞ്ഞത്? പ്രബോധനം നടത്തിയില്ല അല്ലേ? അപ്പം നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ദീനിൻ്റെ ബോധം അങ്ങനെയൊക്കെ ആയി പരിമിതപ്പെട്ടു പോവാണ്. ഞാനിപ്പോൾ ഒക്കെ പർദ്ദയൊക്കെ ഇട്ട് കൈയൊന്നും കാണിക്കില്ല, നിസ്കരിച്ചിട്ടുമുണ്ട്, രക്ഷപ്പെട്ട് എന്നുള്ള ആ ഒരു ബോധം എങ്ങനെ നമുക്ക് വന്ന് അള്ളാഹിനോടായിന്നൊക്കെ നമ്മൾ എപ്പോഴും തേടണം. സാബത്ത് ദിനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഓർക്കുന്നതാണ്. ഈ സാബത്ത് ദിനത്തിന് നമ്മൾക്ക് ഇതൊക്കെ അള്ളാഹ് എന്തിനാ പറഞ്ഞു തരുന്നത്? അപ്പം നമുക്ക് സമൂഹത്തിനോട്, അയൽവാസിയോട് അല്ലേ, മൊത്തം നാടിനോട് എല്ലാം നമുക്ക് കടപ്പാടുണ്ട്. ഞാൻ വളരെ വിചാരണക്ക് നമ്മൾ ഒറ്റക്കാണ്, ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, വിചാരണക്ക് നമ്മൾ ഒറ്റക്കാണ്. മരണവേദന. എൻ്റെ വീട്ടിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു പൂച്ചക്കുട്ടി 1 ആഴ്ച മുന്നേ അള്ളാൻ്റെ അടുത്തേക്ക് പോയി. അത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ജമാഅത്ത് ചിലപ്പം കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പറയാം, അത് ഒരു രാത്രിയാണ് എൻ്റെ മരണം. ഞങ്ങൾക്ക് വളരെ വളരെ ആശ്വാസവും സന്തോഷമൊക്കെ തരുന്ന ഒരു പൂച്ചക്കുട്ടീനെ. പക്ഷെ എല്ലാ ജീവികൾക്കും മരണവേദന ഉണ്ട് കേട്ടോ എന്ന്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും മരണവേദന ഉണ്ട്. നമ്മൾ പറയല്ലോ, കിടക്കാതെ അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി എന്നിട്ട് എങ്ങിട്ടാ പോണേ? അല്ല, അത്ര വിവരം നമുക്ക് എല്ലാവരും പറയണ കേൾക്കാം. ഞാനപ്പം ഇങ്ങനെ ആലോചിച്ച് നിൽക്കും, കിടക്കാതെ എങ്ങോട്ടാ പോണേ? അപ്പം മുതൽ അവിടെ എണീപ്പിച്ച് കുത്തിരിപ്പിക്കല്ലേ? കിടക്കാതെ അങ്ങോട്ട് പോയി കിട്ടിയാൽ നമുക്ക് അവിടെ വിചാരണ ഉണ്ട്, എന്തെല്ലാം ഉണ്ട് അല്ലേ? നമ്മൾ എന്തൊക്കെ വിഡിത്തങ്ങളാണ് പറയണത് അല്ലേ? നമ്മൾ പറയേണ്ടത് എന്താ? അവിടെ നമുക്ക്
അവിടെ നമുക്ക് കഷ്ടപ്പാടുണ്ടാവരുത്. ഇതൊക്കെ അള്ളാൻ്റെ പരീക്ഷണം. അള്ളാഹു നമുക്ക് തന്ന അവസരങ്ങളാണ്. അള്ളാഹ്ക്ക് ഈ ഭൂമിനെ 1500 കിലോമീറ്ററിലധികം ഈ ഭൂമി കറങ്ങുന്നുണ്ട്. ഈ ഗാലക്സി ശാസ്ത്രം ഇതുവരെ പറഞ്ഞത് ഗാലക്സി ഒക്കെ കണ്ടുപിടിച്ച് എല്ലാം ഫിനിഷായി എന്നും പറഞ്ഞ് കുറേ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ നടന്നിരുന്നു. ഇപ്പോൾ പറയാണ് 98% കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. അതാണ് സയൻസ്. അതാണ് സയൻസ്. സയൻസിനൊന്നിനെയും നിങ്ങൾ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റണോന്ന്. ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല സയൻസിന്, അള്ള ഉണ്ടാക്കിയതല്ലാതെ. ഒരാറ്റം, നമ്മൾ ആറ്റമാണ്. ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും കണ്ണുകൊണ്ട് കാണാത്ത ആറ്റമാണ്. ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ഇലക്ട്രോണും ഇതെല്ലാം ഇങ്ങനെ കറക്കുന്നവനാണ് അള്ളാഹു. ഈ അള്ളാഹ്ക്ക് അറിയില്ലേ ഈ ഭൂമിനെ നമ്മൾ ആരും ഇളകാതെ 1500 കിലോമീറ്ററിലധികം ഇത് ഒരു കടുകുമണിക്കില്ല അള്ളാഹുവിൻ്റെ ഈ ഗാലക്സിയിലുള്ള. കണ്ടുപിടിക്കാത്തതാണ് 98%. ഈ കണ്ടുപിടിച്ചതിലുള്ള വിവരവാദങ്ങളാണ്. അപ്പം റബ്ബിനറിയാം ഇതൊക്കെ നന്നാക്കാനും പലസ്തീനികളെ രക്ഷപ്പെടുത്താനും നമ്മളെ ഈ പള്ളി നമുക്ക് വിധി എഴുതാനൊക്കെ എഴുതിയില്ല. ഒന്നുകിൽ നമുക്കൊരു പരീക്ഷണം, അല്ലെങ്കിൽ നമുക്കൊരു ശിക്ഷ അല്ലേ. ആ കോടതി വിധി വായിച്ചാൽ നമ്മൾ നെഞ്ഞു പൊട്ടും. നമുക്ക് സുപ്രീം കോടതികൾ എൻ്റെ അനുഭവത്തിലുള്ള കോടതികൾ ന്യായമായ വിധി തരുന്ന കോടതിയാണെന്ന് ഞങ്ങളോട് പ്രത്യേകം പറയണം കേട്ടോ. ഞങ്ങൾ ഡിസ്ട്രിക്ട് കോർട്ട്, ഞാനിവിടെ കാലിക്കറ്റ് ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഹയർ കോർട്ടിൽ ഇങ്ങനെയൊക്കെ വിധി വരുമ്പോൾ കോടതിയിൽ ഇതൊക്കെ തന്നെയാണോ അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. അങ്ങനെ ഒന്നുമല്ല കോടതികൾ നടക്കുന്നത്. പക്ഷേ രാജ്യത്തെ ബാധിക്കുന്ന RSSനെ ബാധിക്കുന്ന വിധി വരുമ്പോൾ അവരിടപെടുന്നുണ്ട്. ഹയർ കോർട്ടിലും ഭരണാധികാരികളും പലപ്പോഴും ഒരു മെർജിങ് ഉണ്ട്. ഈ BJP വളർന്നതിന് ശേഷം ഒരു തെളിവും പള്ളിയല്ല എന്നുള്ളതിനില്ല. പള്ളി ആണെന്നുള്ളതിന് എല്ലാ തെളിവുണ്ടായിട്ടും എല്ലാ 5 ജഡ്ജിമാരും ഇരുന്ന് എഴുതി അമ്പലമാക്കി കൊടുത്ത് അല്ലേ. ഒരമ്പലം പോയതിനെക്കുറിച്ചും ഒരു പള്ളി പോയതിനെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. നാളത്തെ നമുക്കെതിരിൽ എന്ത് വിധി വന്നാലും സഹായിക്കാൻ ആരുണ്ടല്ലോ. നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ എംപവേർഡ് ആവണം. നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ എംപവേർഡ് ആയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനും നമ്മൾ വിചാരിക്കും നമുക്ക് സംഭവിക്കില്ല എന്ന്. സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം BJP RSSൻ്റെ വാലല്ലാത്തതൊക്കെ വായിലായി കിടക്കുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്താണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനോടൊപ്പം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചേ പറ്റുള്ളൂ. മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാന്മാരും, വാര്യത്തുകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള മഹാന്മാരും, ടിപ്പു സുൽത്താനെ പോലുള്ള മഹാന്മാരും എല്ലാം കഷ്ടപ്പെട്ട് നേടിത്തന്നതാണ്. അത് ആഘോഷിക്കണം. അത് ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മൾ തുല്യമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മളെ ഇച്ഛാശക്തിനെ തകർക്കാൻ ഒരു അടുത്ത വീട്ടിലെ വലുപ്പത്തിനും ഒരടുത്ത വീട്ടിലെ കാരണം ഉണ്ടാവരുത്, കഴിയരുത്. നമ്മളായി ജീവിക്കണം. അത് ഷിർക്കാണ്. മറ്റുള്ളവരോട് പൊങ്ങച്ചം കാണിക്കണം നാട്യവും ഷിർക്കിൻ്റെ ഭാഗമാണ്. ഷിർക്ക് നമ്മൾ പല കാര്യം ഞാനും വിചാരിച്ചു പണ്ട് പഠിക്കുന്ന ആ ചെറിയ കാലത്തൊക്കെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ആരാധിക്കുന്നതാണ്. അത് പൊറുക്കൂല എന്നാണ് ഞാനും വിചാരിച്ചൊരു കാലം ഉണ്ടായിനി. ഷിർക്ക്, നാട്യം, പൊങ്ങച്ചം. അള്ളാഹുവെ ഇതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ എന്നെ ഉൾപ്പെടെയുള്ളത് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഒരു ഉമ്മയിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സ്വാതന്ത്ര്യ സമരങ്ങൾ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തതായിരിക്കും. ഈ സ്വാതന്ത്ര്യ സമരം യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് A to Z കിട്ടും അല്ലേ. A to Z നിങ്ങൾ പല പരിപാടിയിലും കേൾക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പങ്കെടുത്തിട്ട് എന്തെങ്കിലും ആ ഒരു വ്യക്തിയിൽ മാറ്റമുണ്ടായാൽ അത് എൻ്റെ വരവിന് എനിക്ക് ഇങ്ങനെ പരിപാടികളിൽ വരിക അതിൻ്റെ ഫോട്ടോ ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. കാരണം നൈമിഷികമായിട്ട് ശ്വാസം വലിച്ച് അള്ളാൻ്റെ അടുത്തേക്ക് പോകണ്ടേ. നമ്മളെ കുറേ ആൾക്കാർ കണ്ട് കുറേ സല്യൂട്ടടിച്ച് എന്നിട്ടോ നമ്മളെ കാഴ്ച പോവും, കേൾവി പോവും, എല്ലാം പോവും. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് എത്ര പങ്കുണ്ടെന്നറിയോ? മുസ്ലിം സ്ത്രീകൾക്ക് ഈ ചർക്ക സ്വന്തം ഒരു ഷോള് നെയ്തിട്ട് നമ്മളെപ്പോലെ ഒരു സ്ത്രീ മൗലാന ഷൗക്കത്ത് അലിയുടെ ഉമ്മ കൊടുത്തയച്ച് ഗാന്ധിജിൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു സമ്മാനമാണെന്ന് പറഞ്ഞു ഒന്ന് കൊടുക്കണം എന്ന് അല്ലേ. ആ ഉമ്മ നെയ്തതാണ് നമ്മളെപ്പോലത്തെ. അതിൽ നിന്ന് ഗാന്ധിജിക്ക് എന്ത് കിട്ടി? ഒരാശയം, ഇത് തന്നെ ആയുധം എന്ന്. അത് ഏറ്റവും വലിയ ആയുധമാക്കിയിട്ട് വിദേശ വസ്ത്രങ്ങളെ നിസ്സഹകരിക്കാനും നമ്മളെ സ്വദേശ പ്രസ്ഥാനം കൊണ്ടുവരാനും കാരണമായത് ആ സംഭവമാണ്. എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെ പോലെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ ടിപ്പുവിനെ പറ്റും അല്ലേ. ഇതൊക്കെ
ഭരണഘടനയിൽ വായിക്കുമ്പം തന്നെ ടിപ്പുവിൻ്റെ ഒരു പേജിൽ ചിത്രം വരുന്നുണ്ട്. ഇതൊക്കെ മാറ്റുന്ന തിരക്കിലാണ്. സമ്മതിക്കാതിരിക്കണമെങ്കിൽ നമ്മളെ മക്കൾ സിവിൽ സർവീസ് പഠിക്കട്ടെ. നമുക്ക് ഇനിയും സമയമുണ്ട്. അള്ളാൻ്റെ കുതിരത്തിൽ 2/3 ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം 2/3 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഏക സിവിൽ കോഡ് വന്ന് ബാങ്ക് വിളി നിൽക്കും, എല്ലാം നിൽക്കും അല്ലേ. അള്ളാഹു നമ്മളെ ഇത്തവണ കാത്തിട്ടുണ്ട്. പഠിച്ചാൽ എപ്പോഴും കാക്കൂല കേട്ടോ അല്ലേ. അടുത്ത പ്രാവശ്യം കാക്കട്ടെ. നമ്മളെ നെയ്യത്തും പ്രവൃത്തി പോലെ ഇരിക്കും അല്ലേ. നമ്മളിൽ പൊങ്ങച്ചങ്ങൾ ഈ പറയുന്ന ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും ഹൃദയങ്ങളെ അള്ളാഹു അല്ലേ മാറ്റിക്കുറിക്കുന്നു, മാറി മറിയുന്നത് ഹൃദയങ്ങൾ. നമ്മൾ ഇന്നിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി ഞാൻ കുറച്ച് നന്നാവണമെന്നൊക്കെ വിചാരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനും ഉണ്ടാവില്ല, പറഞ്ഞതുണ്ടാവില്ല. ഇത് മനുഷ്യനെ അള്ളാഹു അങ്ങനെയാണ്, അത് പടപ്പിൻ്റെതാണ് കേട്ടോ. അപ്പോൾ എന്നും ഒരു പൊട്ടുന്ന ഗ്ലാസ് കഴുകണ പോലെ നമ്മളെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് അള്ളാഹിനോട് പറയാം. ഞാൻ അള്ളാഹിനോട് എപ്പോഴും പറയാം, റബ്ബേ ബാങ്ക് കൊടുത്താൽ ആദ്യം ചെയ്യുന്ന കർമ്മം നിസ്കാരമാക്കിയിട്ട് എനിക്ക് തരണേന്ന് പടച്ച റബ്ബിനോട് പറയാണ്. ആ ഒരു കാര്യം വരുമ്പോൾ നമ്മളെപ്പോഴും പിശാചി നമുക്ക് കരീൻ അല്ലേ ടീച്ചറെ, നമ്മളെ കരീൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മൾക്ക് ഓരോ മനുഷ്യനും ഇങ്ങനത്തെ ജിന്നും മലക്കും ഒക്കെ പടച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ഓരോ മനുഷ്യനും അവരെ ഇൻഫ്ലുവൻസിൽ നമ്മൾ പെട്ടുപോകും. ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മൾ വളരെ ദുർബലരാണ് റബ്ബേ. നമ്മൾ വളരെ ഇച്ഛാശക്തിയോടെ ഈ ബീഗം ഖലീദസിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതുപോലെ ഓരോരുത്തരും അമ്മാറിൻ്റെ ആരും പഠിക്കണ്ടല്ലോ നമുക്ക്. നമ്മളെ ചരിത്രത്തിൽ അമ്മാറ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഉഹുദും ഒരുപാട് യുദ്ധത്തിൽ, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് ഉഹുദിൽ മാത്രമേ പങ്കെടുത്തു, ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 കയ്യിലും ആയുധം വെച്ചിട്ട് റസൂലിനൊപ്പം അല്ലേ, റസൂലിനൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഭർത്താവിനെയും മക്കളെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ തെരഞ്ഞിട്ട് ഇനിൻ്റെ പോലെ നമ്മളാണെങ്കിൽ പറ്റിപ്പാൻ സമ്മതിക്കുമോ അല്ലേ, അവിടെ പിടിച്ചു വെക്കുമോ അതിലൊക്കെ അടിച്ചിട്ട് അല്ലേ, ഈ ഇപ്പം അങ്ങോട്ട് കൊണ്ടാറ് അല്ലേ. എത്ര കാലം പറയും ഡിറ്റൻഷൻ സെൻറ്റർ കേരളത്തിൽ ഒരു സ്ഥലം എത്തിയെന്നാണ് അറിയുന്നത്. ഞങ്ങൾ വക്കീൽ ഭാഗം പഠിച്ച് ഞാൻ കോഴിക്കോട് 2 ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് ലോ കോളേജിലും തിരുവനന്തപുരം ലോ അക്കാഡമിയിലും 2 സ്ഥലത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു തവണ എൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങളെ വക്കീലും ലോ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ ഒരു കുട്ടി, എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അവനിപ്പോൾ കണ്ണൂർ വക്കീലാണ്, ഒരു പോസ്റ്റ് ഇട്ടു. എന്തൊരു കോമഡി പോസ്റ്റ്. എന്താണ് പൗരത്വം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടത്. മുസ്ലിമിനോട് ചോദിക്കുകയാണ് വാപ്പൻ്റെ ആധാരം എവിടെയെന്ന് മുസ്ലിമിനോട് ചോദിക്കുന്ന ഒരു പോസ്റ്റ്. ഉടനെ ഹരീഷിന് ഞാനൊരു മറുപടി ഇട്ട്, മുഗളന്മാർ 600 കൊല്ലവും മറ്റ് മുസ്ലിം രാജാക്കന്മാർ 200 കൊല്ലം 800 കൊല്ലത്തിലധികം ഭരിച്ചപ്പം അവരെ നിങ്ങളെ ഇല്ലാതാക്കണം തോന്നിയാലേ. അവൻ പറയണത് എന്താന്ന് പറഞ്ഞാൽ ഇത്രയും കൊടുക്കാൻ കഴിയില്ല, അത് നമ്മൾ പുറത്ത്. ഒരു വക്കീൽ ഗ്രൂപ്പിൽ നിങ്ങൾ ആലോചിക്കണം, ഇന്ന് ഞങ്ങളെ ഗ്രൂപ്പിൽ എല്ലാ ഓഫീസേഴ്സും ഉണ്ട്. ആ ഗ്രൂപ്പിൽ പലരും പഠിച്ച് വക്കീലന്മാരായി, ചിലരൊക്കെ പഠിച്ച് മറ്റു വലിയ അംബാസഡർമാരും അതും ഇതൊക്കെ ആ ഗ്രൂപ്പിൽ. ഇപ്പോൾ വാപ്പൻ്റെ കളിയാക്കുകയാണ്. അതെനിക്ക് വല്ലാതെ, ഞാൻ അങ്ങനെ ഒന്നും എടുത്ത് ചാടി പ്രതികരിക്കുന്ന ആളൊന്നുമല്ല. നമ്മൾ ഡെപ്തുള്ള ആഴത്തുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്, ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. എല്ലാ സംഘടനക്കാരെ കൊണ്ടും ഇങ്ങനെ അവർക്ക് ആവേശം കൊടുത്തിട്ട് അവരോട് നല്ല നല്ല ജുഡീഷ്യൽ ട്രെയിനിങ് സ്ഥാപനങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നമ്മൾക്ക് പറ്റുന്ന ലിമിറ്റിനപ്പുറമുള്ളത് മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ഞാൻ ഉടനെ പോസ്റ്റ് ഇട്ടു, അത് കിട്ടൂല, അതുകൊണ്ട് ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് എന്നുള്ള ഒരു ഇതാണത്. ഞാൻ ഉടനെ പോസ്റ്റ് ഇട്ടു, ഹരീഷ് അവൻ കണ്ണൂർ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. മുഗളന്മാരും പണ്ട് ഇന്ത്യ ഭരിച്ചവരും വളരെ ശക്തരായിരുന്നു. അവരൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീയും നിൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഇവിടെ ഉണ്ടാവില്ലേ ഇനി. ഞാൻ എന്നിട്ട് ലെഫ്റ്റ് അടിച്ച് സത്യം പറഞ്ഞ ആ ഒരു ഇമോഷൻ അല്ലേ. നമ്മളെന്തിനാ പേടിക്കുന്നത്? നമ്മൾ വിചാരിക്കുക അത് പറഞ്ഞാലിപ്പോൾ നമ്മളെന്നിപ്പോൾ വർഗീയവാദിയാക്കുമോ അല്ലേ. എപ്പോഴും നമ്മളൊരു രക്ഷപ്പെടലിൻ്റെ അല്ലേ, നമ്മളൊരു സ്വയം അത് അള്ളാഹ് രക്ഷപ്പെടുത്തിയാൽ മതി നമ്മളെ. ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെ മക്കളിൽ പേരക്കുട്ടികൾ, നിങ്ങൾക്ക് സ്വാധീനമുള്ളവർ, എൻ്റെ കുടുംബത്തിലൊക്കെ ഞാൻ ചെയ്യാറുണ്ടത് ഉണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തിലേക്ക് അവരയക്കാം. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങളോട് പറയുന്നത് നമ്മളെ കുട്ടികളാണ് ലഹരിയിലും
വക്കീൽ എന്നുള്ള രീതിയിൽ ജാമ്യം എടുക്കാനും മരിച്ചിട്ടും കുട്ടികൾ സൂയിസൈഡ്. അതുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് സ്നേഹിക്കുക, അവർ തിരിച്ചു വരും. സ്നേഹം കൊടുക്കുക. അവർ ടീനേജിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കും. അത് ടീനേജിൻ്റെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാണ്. മക്കളും പേരക്കുട്ടികളും നിങ്ങൾ അടുത്തിട്ട് അവരോട് ഫൈറ്റിന് നിൽക്കരുത്. നമ്മളെ കാരണം കൊണ്ട് നമ്മളെ വായിൽ ഒരു പ്രതിഷേധം കൊണ്ട് അവർ മരണപ്പെടരുത്. ആ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ 10, 21, 22, 23 അവർ ഒതുങ്ങി അവരല്ലേ വരും.